ഈ വീഡിയോ കാണുന്ന മെജോറിറ്റി കുട്ടികൾക്കും ഇംഗ്ലീഷ് ഭയങ്കര ടഫ് ആയിക്കാരം. എന്തുകൊണ്ടേക്കാരം ഇംഗ്ലീഷ് ഭയങ്കര ടഫ് ആവാനുള്ള കാരണം, ഇംഗ്ലീഷ് പോലത്തെ ലാംഗ്വേജ് വിഷയങ്ങൾ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ച് നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ ഇതിന്റെ പ്രാധാന്യം അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നൊന്നും അറിയില്ല. അപ്പൊ പക്ഷെ ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക്, എന്നാലും നമ്മൾ ഒരു പ്രായത്തിന് ശേഷം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ മാർക്ക് കൂട്ടാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ മാർക്ക് കൂട്ടാൻ പറ്റുന്ന നമ്മൾ പ്രധാന കാരണം എന്താ വെച്ചാല്, നമ്മൾ പുസ്തകം വായിക്കാം. പുസ്തകം വായിക്കുമ്പോൾ നമ്മള് ഒരു ദിവസം ഒരു ബുക്ക് ഫുള്ള് നമുക്ക് എന്തായാലും വായിക്കാൻ പറ്റില്ല. അതോ ഒരു ദിവസം നമ്മൾ ഒരു ചാപ്റ്റർ മാത്രം വായിച്ച് പഠിച്ചാൽ മതി. വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ എന്തേ കാരണം മിക്കവാറും ഇംഗ്ലീഷ് കുറെ വായിച്ചു പോകുമ്പോൾ എന്തായാലും മിസ്റ്റേക്ക് അതിലുണ്ടാവും. അതുകൊണ്ട് യൂട്യൂബിലൊക്കെ കുറെ എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ടാവും. ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വായിക്കണത് ആ കുറെ ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണ ഇതുണ്ടാവും. അത് ഇടുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം വായിച്ചിങ്ങനെ പോവാം. അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾ വായന ഒരുപാട് ഡെവലപ്പായി വരും. ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പം നിങ്ങൾ അങ്ങനെ വായിച്ച ശേഷം ഒരുപാട് വായിച്ച് കണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പോയി നോക്കി ശ്രമിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടുതൽ ഡെവലപ്പായി വരും. അതാണ് ഒന്നാമത്തെ ഒരു മാർഗം. രണ്ടാമത്തെ എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ നേരിടുന്ന പ്രശ്നമാണ് ഈ ഗ്രാമർ ഇതേമാതിരി നമ്മൾ ചെറുപ്പത്തിലെ സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കാം, മറന്നുപോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഗ്രാമർ പഠിക്കാൻ വേണ്ടി എന്താ ചെയ്യാം, ഗ്രാമർ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. എത്രത്തോളം നിങ്ങൾക്ക് ഗ്രാമർ എഴുതി പഠിക്കാൻ എത്രത്തോളം നിങ്ങൾ ഗ്രാമർ എഴുതി പഠിക്കണം, അത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതായത് ഗ്രാമറൊക്കെ പെട്ടെന്ന് മറന്നു പോകണം. അപ്പൊ നിങ്ങള് പരീക്ഷ അടുപ്പിച്ച് എപ്പോ നിങ്ങള് ഒരു ഇംഗ്ലീഷ് പരീക്ഷ അടുപ്പിച്ചേക്കാരും മുഖ്യ ആൾക്കാർ പഠിക്കലുണ്ടാവും. അപ്പൊ പരീക്ഷ അടുക്കണ കുറച്ച് മുമ്പ് തന്നെ നിങ്ങള് ഗ്രാമറൊക്കെ ഇതിന്റെ മൈൻഡിലുണ്ടോന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കുക. പിന്നെ മൂന്നാമത്തെ പറയുകയാണെങ്കിൽ ഫോർമാറ്റ്. അതായത് ഒരുവിധം ആൾക്കാരൊക്കെ ഫോർമാറ്റ് വെച്ചാണ് ഉത്തരം എഴുതല്. ഫോർമാറ്റ് വെച്ച് ഉത്തരം എഴുതുന്നത് വളരെ നല്ലതാണ്. അതായത് ഫോർമാറ്റ് വെച്ച് എഴുതുമ്പോ എന്താ വെച്ചാല് പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷൊക്കെ ഒന്നും റീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഫോർമാറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, അതായത് നമ്മളൊരു ഡയറിന്റെ ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇമെയിൽ എഴുതുമ്പോൾ ആ ഡയറിന്റെ ഒരു വ്യത്യാസം, എക്സ്ട്രീമില് വ്യത്യാസമാണെങ്കിൽ ഒന്നും പാടി നിങ്ങൾക്ക് മാർക്ക് കൂട്ടാൻ പറ്റും. അതായത് ഒരു ടീച്ചർ, അതായത് പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഡയറി കഴിഞ്ഞാൽ അടുത്ത ഇമെയിൽ, ഇത് രണ്ടിലും ഒരു ഫോർമാറ്റ് ആണല്ലോ വന്നത്. അപ്പോൾ അവർക്ക് ചെറിയൊരു ഇത് കിട്ടില്ലല്ലോ. അപ്പൊ അവര് മാക്സിമം ഏതെങ്കിലും ഒന്നിന്റെ മാർക്ക് മാക്സിമം ആണ് കൊടുക്കും. അതായത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോർമാറ്റ് ഒക്കെ വെച്ച് എഴുതുമ്പോൾ രണ്ട് ഫോർമാറ്റ് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ട്, അതായത് ഈ ഇതിലുള്ള വേർഡ്സാളും മാക്സിമം യോജിക്കാത്ത രീതിയിൽ എഴുതിയെടുക്കുക. ഫോർമാറ്റ് ഒക്കെ എഴുതുമ്പോൾ കുറച്ച് ലോങ്ങിൽ എഴുതുക. മുഖ്യ ആൾക്കാർ ലോങ്ങിൽ എഴുതാൻ നിങ്ങളെ ടൈം വെച്ച് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എഴുത്തൊക്കെ സ്പീഡാക്കാൻ ശ്രമിക്കുക. പിന്നെ കീവേഡ്സ് വെച്ച് പഠിക്കുക. അതായത് നമ്മളെ ഈ ചാപ്റ്റർ ഇയാളാണ് എഴുതിയത്, അപ്പൊ ഇയാളെ പേരുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്റർക്ക് നമുക്ക് എന്തെങ്കിലും കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ എന്റെ പേര് സിയാനാണ്, അപ്പൊ എന്റെ പേര് വെച്ച് ഈ ചാപ്റ്ററിനെ എങ്ങനെ കണക്ട് ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഇത് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മാക്സിമം നിങ്ങൾ ഗ്രാമർ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഗ്രാമർ പഠിക്കുമ്പോൾ ഉള്ള ഉപകാരം എന്താ വെച്ചാല്, നമ്മൾ ഗ്രാമർ പഠിക്കും. ഇപ്പൊ എനിക്ക് നല്ല ഗ്രാമർ അറിയാം, എന്റെ ഫ്രണ്ടിന് എനിക്ക് തീരെ ഗ്രാമർ അറിയില്ല, എന്റെ ഫ്രണ്ടിന് നല്ല ഗ്രാമർ അറിയാം. അപ്പൊ ഞാൻ എക്സാം ഗ്രാമർ വെച്ച് നല്ല എഴുതുമ്പോ എന്ത് ചെയ്യും, എനിക്ക് എന്റെ നോളജ് വെച്ച് അറിയുമ്പോ ഇതൊക്കെ ടീച്ചർക്ക്, അതായത് ഉത്തരം ശരിയാണെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ശരിയാണെങ്കിൽ ഗ്രാമറൊക്കെ മാക്സിമം തെറ്റാണെങ്കിൽ ടീച്ചർ എന്താ ചെയ്യാ, മാർക്ക് കുറക്കാനും ശ്രമിക്കുക. അതേമാതിരി ഇപ്പൊ എനിക്ക് ഇന്റെ അത്ര നോളജ് ഇല്ല, ഗ്രാമർ അറിയാം, ഇപ്പൊ നല്ല വൃത്തിയിൽ എഴുതിയാലും ടീച്ചറും എനിക്കും ചിലപ്പോൾ ഓനക്ക് ഒരേ മാർക്ക് കയറുന്നു പറയുമ്പോ ഇന്റെ നോളജ് ഈ ചാപ്റ്റർ വെച്ച് നോക്കുമ്പോൾ ഇന്റെ നോളജ് വലുതും പിന്നെ നോളജ് ചെറുതുമാണ്. അപ്പോ ഗ്രാമർ മാക്സിമം എല്ലാവരും പഠിക്കുക. ചിലപ്പോൾ ചെറിയ മാർക്കിനൊക്കെ എക്സാമിന് ഗ്രാമർ ചോദിക്കുക. പക്ഷെ ഗ്രാമറിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ, അതായത് നമ്മൾ ഒരു ഉത്തരം എഴുതുമ്പോൾ ആ ഉത്തരത്തിന് റിഫ്ലക്ട് ചെയ്യും ഈ ഗ്രാമർ. അപ്പൊ ഗ്രാമർ മാക്സിമം എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷിൽ വായന ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വായിച്ചാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷ് കൊണ്ടുവരാൻ പറ്റും. വായിക്കാതിരുന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാല്, നമുക്ക് വായിക്കാതിരുന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാല്, നമുക്ക് പിന്നെ ഈ ചാപ്റ്ററിനോടുള്ള താല്പര്യവും ഈ
വായിക്കാനുള്ള താല്പര്യമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകില്ല, അതായത് പെട്ടെന്ന് ചിലപ്പം ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഫ്ലെക്സ് ഒട്ടിച്ച് ഫ്ലെക്സ്, അതുപോലെ തന്നെ ഈ റോഡിലൊക്കെ ഉണ്ടാകുമ്പോൾ ഫ്രെയിമുകളൊക്കെ ഉണ്ടാവില്ലേ, ഈ വേർഡ്സുകളൊക്കെ നിങ്ങൾ മാക്സിമം വെറുതെ ഇങ്ങനെ വായിക്കുക. എല്ലാ ആൾക്ക് മാക്സിമം വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വെറുതെ വണ്ടിയിലൊക്കെ നമ്മൾ വെറുതെ ചിലപ്പോൾ പാട്ട് കേട്ട് വെറുതെ ഇങ്ങനെ പോകും. അപ്പോൾ അതിന് പകരം ഈ വേർഡ്സ് ഒക്കെ മാക്സിമം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഒരുവിധ ആൾക്കാർക്കൊന്നും എഴുതാൻ അറിയില്ല. ഇപ്പം എഴുതാൻ പെട്ടെന്ന് എഴുതി പോകുമ്പോൾ മിസ്റ്റേക്ക് പറ്റും. അപ്പോൾ പെട്ടെന്ന് എഴുതുമാണ് എക്സാമിന് മാക്സിമം നമുക്ക് ടൈം യൂസ് ചെയ്യുവാണ്, പെട്ടെന്ന് എഴുതി പോകുമ്പോൾ. അപ്പോൾ അത് നമ്മൾ എഴുതി നമ്മൾ എഴുത്ത് മാക്സിമം സ്പീഡാക്കാം. എന്നാലേ നമ്മളെ എക്സാം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മലയാളം പോലത്തെ ലാംഗ്വേജിലൊക്കെ എന്നാലേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. വെച്ചാല് ഇതിന്റെ പാഠത്തിന് മലയാളം പഠിച്ചു എന്നിട്ട് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ പഠിക്കുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാം. എങ്ങനെ ഗ്രാമർ നല്ല അറിയുന്ന കുട്ടിക്ക് ചിലപ്പോൾ അങ്ങനെ പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. എന്നാൽ ഗ്രാമർ തീരെ അറിയാത്ത കുട്ടി അങ്ങനെ എഴുതിയാലോ പക്ഷെ ആ നടപടി ആവില്ല, അങ്ങനെ മാർക്ക് മാക്സിമം കുറയും. അപ്പോൾ ഗ്രാമറിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഗ്രാമറാണ്. ഞാനടക്കമുള്ള ആൾക്കാർ പെട്ടെന്ന് മറക്കണ ആൾക്കാരാണ്. ഇന്ത്യ കുഴപ്പം ഗ്രാമർ പെട്ടെന്ന് മറക്കാതിരിക്കാൻ എന്താ മാക്സിമം നമ്മൾ എഴുതി പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് ഫോർ വാച്ചിങ്.